ഹലോ കൂട്ടുകാരെ, ഞാൻ വെളുപ്പിനെ എഴുന്നേൽക്കുന്നതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഞാൻ രാത്രി 9:30-ക്ക് കിടക്കാറുണ്ട്. അതാണ് എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ സാധിക്കുന്നത്. ഇന്ന് പതിവില്ലാതെ അമ്മച്ചി ഒരു കാപ്പി എന്നോട് ചോദിച്ചു. അതാണ് ഞാനിപ്പോൾ അടുപ്പിൽ വയ്ക്കുന്നത്. പ്രായമുള്ളവർക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അവർ പറയുന്ന കാര്യങ്ങൾ പറ്റാവുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. അവർ നമ്മളെ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയല്ലേ വളർത്തിയത്. അതിൻ്റെയൊക്കെ നന്മ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ കൂടെ നമുക്ക് തിരിച്ചു കിട്ടും. അവർ പ്രായത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അമ്മച്ചിക്ക് ഒരുപാടുണ്ട്. ഇന്നലെ എന്നോട് അനന്തൻ ഇഡ്ഡലിയും സാമ്പാറും ബ്രേക്ക്ഫാസ്റ്റിന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നേരത്തെ ആക്കി വെച്ചിരുന്നു. പൊടിവകകളെല്ലാം ചേർത്ത് വെച്ചിരുന്നത് കൊണ്ട് എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാറുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് എന്തുകൊണ്ടും നല്ലതാണ് വെള്ളം കുടിക്കുന്നത്. ഞാൻ എൻ്റെ പതിവ് ആയിട്ടാണ് അത് എന്നും കാണുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അല്ലാതെ ചായയോ കാപ്പിയോ അങ്ങനെയൊന്നും കഴിക്കാറില്ല. 9-10 മണിക്കകത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടി മാത്രമേ പിന്നീട് ഞാൻ സാമ്പാറിൽ ചേർക്കുകയുള്ളൂ. അതിനുശേഷം ഞാൻ സാമ്പാർ കടുവറുത്ത് ഇറക്കുക മാത്രമാണ് ചെയ്യുന്നത്. പൊടികളൊക്കെ നേരത്തെ ചേർത്തത് കൊണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഇഡ്ഡലിയും അടുത്ത അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. ലഞ്ചിന് ചോറ് തന്നെയാണ് നിർബന്ധം. ചോറ് ഞാൻ നെയ്ച്ചോറാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇന്ന് എൻ്റെ മോൾ അടുത്തില്ലാത്തത് കൊണ്ട് അവരുടെ കാര്യങ്ങൾ കൂടി എനിക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അമ്മച്ചിക്ക് ഒരു കാപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അമ്മച്ചിക്ക് പ്രായത്തിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. ചിലപ്പോൾ ഞാനൊന്ന് തലോടുകയും ഒരു ഉമ്മ കൊടുക്കുകയും ഞാൻ കുളിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് ആ സ്നേഹം കണ്ണിൽ നിന്ന് കാണാം. നമ്മൾ ആ പ്രായമുള്ളവരെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തേക്കണം. അതിന് ശേഷമല്ല, ഞാനിവിടെ ഒരു അഡ്വൈസായിട്ട് പറയുകയാണ്. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കരയുകയോ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയോ അതൊന്നും എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. കുട്ടികളെ എൻ്റെ മകൾ നല്ല ചിട്ടകൾ പഠിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അവരുടെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ രാവിലെ അവരെല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാറുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ടാണ് എനിക്കിത്രയൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ ധൃതിയില്ലാതെ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്ത് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. 9 മണിക്ക് മുമ്പായിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം അടുക്കളയിൽ തീർന്ന് ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങാറുമുണ്ട്. ഓക്കെ.